ഇന്ത്യൻ പ്രതിരോധ മേഖലയെ അമ്പരപ്പിക്കാൻ ചൈനയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ വജ്രായുധം. അതാണ് പാകിസ്ഥാന് J-10C. പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുള്ള ഏറ്റവും കരുത്തുറ്റ വിമാനങ്ങളിലൊന്നാണ് ചൈനീസ് നിർമ്മിത J-10C. 2022 മുതൽ സേനയുടെ ഭാഗമായ ഈ വിമാനങ്ങൾ ഇന്ത്യയുടെ റഫാൽ, സുഖോയ് 30 എന്നിവയെ നേരിടാനുള്ള തുറുപ്പുചീട്ടായാണ് പാകിസ്ഥാൻ കണക്കാക്കിയിരുന്നത്. എന്നാൽ പാകിസ്ഥാന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല. ഇന്ത്യക്ക് പണി കൊടുക്കാൻ കൊണ്ടുവന്ന യുദ്ധവിമാനങ്ങൾ തന്നെ ഇപ്പോൾ രാജ്യത്തിന് ഒരു കെണിയായി മാറുകയാണ്. J-10C യുദ്ധവിമാനങ്ങളുടെ അതീവ രഹസ്യങ്ങൾ ഇന്ത്യയുടെ കൈകളിലെത്താറായി എന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവിലാണ് പാക് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ. അതിന് വഴിയൊരുക്കുന്നതോ ഉസ്ബെക്കിസ്ഥാനും. എന്താണ് ഇത്തരമൊരു ഭയത്തിന് പിന്നിലെ കാരണങ്ങൾ? ഇതെങ്ങനെയാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ചൈനയിൽ നിന്ന് 24 J-10C യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഉസ്ബെക്കിസ്ഥാൻ കരാർ ഒപ്പിട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. കരാർ പ്രകാരമുള്ള ആദ്യ ബാച്ച് വിമാനങ്ങൾ ഉസ്ബെക്കിസ്ഥാന് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ സഹകരണമാണ് പാകിസ്ഥാന് വൻ തിരിച്ചടിയായി മാറിയത്. ഉസ്ബെക്കിസ്ഥാൻ സൈന്യത്തിലൂടെ ഈ വിമാനത്തിന്റെ പ്രവർത്തന രീതികളും വിവരങ്ങളും ഇന്ത്യക്ക് ലഭിച്ചേക്കാമെന്നാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തങ്ങളുടെ തന്ത്രപരമായ സൈനിക മുൻതൂക്കം തകരുമെന്നാണ് പാക് രഹസ്യാന്വേഷണ വിഭാഗം കരുതുന്നതും. J-10C വിമാനത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇതിലെ അത്യാധുനിക AESA റഡാർ സംവിധാനമാണ്. ദൂരെയുള്ള ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും വളരെ വേഗത്തിൽ കണ്ടെത്താനും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടാനും ഈ റഡാറിന് സാധിക്കും. ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം ശത്രുക്കളുടെ റഡാർ സിഗ്നലുകളെ ജാം ചെയ്യുകയും വിമാനത്തിന് മികച്ച സ്വയം പ്രതിരോധ കവചം ഒരുക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ റഡാറുകളുടെ സഹായമില്ലാതെ ശത്രു വിമാനങ്ങളെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ സഹായിക്കുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സാങ്കേതിക വിദ്യയും ഇതിലുണ്ട്. ശബ്ദത്തെക്കാൾ 1.8 മടങ്ങ് വേഗതയിൽ, അതായത് മാക് 1.8 വേഗതയിൽ പറക്കാൻ സഹായിക്കുന്ന WS-10B എഞ്ചിനാണ് വിമാനത്തിന് കരുത്തേകുന്നതും. DSI എയർ ഇൻടേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ വിമാനത്തിന്റെ ഭാരം കുറയുകയും ശത്രു റഡാറുകളിൽ പെടാതെ ഇരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. ആയുധശേഷിയുടെ കാര്യത്തിൽ 150 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള PL-50 ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയാണ് ഈ വിമാനങ്ങളെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. അടുത്തുള്ള ശത്രു വിമാനങ്ങളെ വീഴ്ത്താൻ PL-10 മിസൈലുകളും കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങൾ തകർക്കാൻ ലേസർ ഗൈഡഡ് ബോംബുകളും ആന്റിഷിപ്പ് മിസൈലുകളും ഇതിൽ സജ്ജീകരിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ വിമാനങ്ങളുടെ സാങ്കേതിക രേഖകൾ, റഡാർ ഫ്രീക്വൻസികൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് ഇന്ത്യ ധാരണ ഉണ്ടാക്കിയാൽ പാകിസ്ഥാന്റെ പ്രതിരോധ നില ദുർബലമാകുമെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഇത്തരം വിവരങ്ങൾ ലഭ്യമായാൽ പാക് വിമാനങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ഇന്ത്യ വേഗത്തിൽ വികസിപ്പിച്ചേക്കുമെന്നും അവർ ഭയപ്പെടുന്നുമുണ്ട്. ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന PL-15 ലോങ് റേഞ്ച് മിസൈലുകളുടെ സാങ്കേതിക വിവരങ്ങൾ ലഭിച്ചാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള മിസൈൽ കൗണ്ടർ മെഷേഴ്സ് വികസിപ്പിക്കാൻ സാധിക്കും. അത് ഒന്നാമത്തേത്. അടുത്തത്, വിമാനത്തിന്റെ റഡാർ ഫ്രീക്വൻസികൾ വ്യക്തമായാൽ ഇന്ത്യയുടെ റഫാൽ, സുഖോയ് 30, S-400 പ്രതിരോധ സംവിധാനങ്ങൾക്ക് പാക് വിമാനങ്ങളെ എളുപ്പത്തിൽ ജാം ചെയ്യാനോ വഴിതിരിച്ചു വിടാനോ സാധിക്കും. റഫാലിന് ചെറുക്കാൻ 2022 മുതൽ പാകിസ്ഥാൻ മുന്നണിയിൽ നിർത്തിയിരിക്കുന്ന ഈ വിമാനങ്ങളുടെ രഹസ്യം ചോർന്നാൽ പാകിസ്ഥാന്റെ വ്യോമ സുരക്ഷയുടെ പ്രാഥമിക കവചം തകരുമെന്നതാണ് യാഥാർത്ഥ്യം. PL-17 അൾട്രാ ലോങ് റേഞ്ച് മിസൈലുകളും 5ാം തലമുറയിലെ J-35 സ്റ്റെൽത്ത് വിമാനങ്ങളും ചൈനയിൽ നിന്ന് വാങ്ങാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്ന ഈ സാഹചര്യത്തിൽ ഈ പുതിയ ആശങ്ക വലിയ ചർച്ചയ്ക്കാണ് കാരണമായത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കാനും ചൈനയുമായി സഹകരിച്ച് വിവരങ്ങൾ സുരക്ഷിതമാക്കാനും പാക് രഹസ്യാന്വേഷണ വിഭാഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പൂർണ്ണമായും ചൈനീസ് നിർമ്മിത ആയുധങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്നും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കൂടുതൽ കടുപ്പിക്കണമെന്നും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം വ്യോമസേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഏതൊരു യുദ്ധത്തിലും ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ പ്രധാനമായ കാര്യം അത് പ്രവർത്തിക്കുന്ന രഹസ്യങ്ങളുടെ നിയന്ത്രണം തന്നെയാണ്. സ്വന്തം തുറുപ്പുചീട്ടിന്റെ മാസ്റ്റർ കീ ശത്രുവിന്റെ കൈകളിൽ എത്തുമെന്ന ഭീതി പാകിസ്ഥാന്റെ വ്യോമ സുരക്ഷാ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്ന കാഴ്ചയാണിപ്പോൾ.
എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾ തങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുമോ എന്ന ഭയം ചൈനീസ് നിർമ്മിത ചിറകുകളിൽ അഹങ്കരിച്ച പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉറക്കം കെടുത്തി എന്നത് സത്യകഥ.